എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഐതിഹാസികമായിട്ടുള്ള വിജയം രചിച്ചിരിക്കുന്നു. ഈ മണ്ണിൽ, കേരളത്തിൻ്റെ മണ്ണിൽ ബി.ജെ.പിയുടെ അക്കൗണ്ട് തുറപ്പിക്കില്ല എന്നുറപ്പിച്ച ഇടതു വലത് മുന്നണികളെ സ്തബ്ധരാക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ ജയിച്ചു കയറിയിരിക്കുന്നു. കഴിഞ്ഞ 2 തവണ, അതായത് ഒരു തവണ നിയമസഭയിലേക്കും ഒരു തവണ ലോകസഭയിലേക്കും അദ്ദേഹം അവിടെ മത്സരിച്ചു. പക്ഷേ 2 തവണയും തോൽവിയായിരുന്നു. എന്നാൽ 2 തവണയും വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തി തന്നെയാണ് അദ്ദേഹം തോൽവി ഏറ്റുവാങ്ങിയത്. ആ തെറ്റ് ഇപ്പോൾ തൃശ്ശൂർകാർ അവിടെ തിരുത്തിയിരിക്കുന്നു. നല്ലൊരു സ്ഥാനാർത്ഥി എന്നതിലുപരി നല്ലൊരു മനുഷ്യ സ്നേഹി കൂടിയാണ് അദ്ദേഹം പലപ്പോഴായിട്ട് തൃശ്ശൂർ തന്നാൽ ഞാൻ എൻ്റെ ഇവിടെ വെച്ചിരിക്കുമെന്ന് പറഞ്ഞ ആ ആത്മാർത്ഥമായിട്ടുള്ള വാക്കുകളെ പോലും ട്രോൾ ചെയ്താണ് എതിരാളികൾ. മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റ ഒരു സ്ഥാനാർത്ഥിയും അദ്ദേഹമായിരിക്കും. വ്യക്തിപരമായി പോലും അദ്ദേഹത്തെ വളരെയേറെ ആക്രമിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ പോലും ഇവർ പല തവണ അതിനികൃഷ്ടമായ രീതിയിൽ കളിയേക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹം എന്ത് ചെയ്താലും അതിലെല്ലാം കുറ്റം കണ്ടുപിടിച്ച് അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും താറടിച്ച് ഇകഴ്ത്താൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ വിജയസാധ്യത തുലയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഇടതും വലതും ചെയ്തിരുന്നു. എന്നാൽ അതെല്ലാം കൂടെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഐതിഹാസികമായിട്ടുള്ള ഒരു വിജയം അദ്ദേഹം തൃശ്ശൂരിൽ കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഈ വിജയം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ അപ്പാടെ മാറ്റിമറിക്കുന്ന ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ഒരുപക്ഷെ രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത മറ്റ് എല്ലാ ഭേദങ്ങൾക്കും അതീതമായിട്ട് സുരേഷ് ഗോപി ജയിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവർ തൃശ്ശൂർ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. അവരെയെല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ട് അവിടെയൊക്കെ കണ്ണും കാതും നിറച്ചുകൊണ്ടാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജയിച്ചു കയറിയിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ജയം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, സുരേഷ് ഗോപി ജയിച്ചാൽ ഉറപ്പായും അദ്ദേഹം കേന്ദ്രമന്ത്രിയാവും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു. ആ ഒരു ആളുകളുടെ ധാരണ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിലൂടെയാണ് ഇതിലൂടെ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഉറപ്പായിട്ടും ഇനിമേൽ കേരളത്തിലെ രാഷ്ട്രീയം മറിയും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സുരേഷ് ഗോപിയുടെ വിജയം രാഷ്ട്രീയ വിദഗ്ധർ തന്നെ പ്രവചിച്ചിരുന്നു എങ്കിലും അവസാന നിമിഷം വരെ ബി.ജെ.പിക്കാർക്കായിട്ടുള്ളവർക്ക് ഒരു സംശയമുണ്ടായിരുന്നു. വല്ല അടിയൊഴുക്കുകളോ അല്ലെങ്കിൽ ഇവർ സ്ഥിരം ചെയ്യുന്ന പോലെ വോട്ട് മറിച്ച് കുത്തി അദ്ദേഹത്തെ തോൽപ്പിക്കുമോ എന്നുള്ള ഭയവും ആശങ്കയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ്. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ, തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുകയാണ്, തൃശ്ശൂർ എനിക്ക് തന്നാൽ ഞാൻ എൻ്റെ നെഞ്ചിലായിരിക്കും വെച്ചിരിക്കുക എന്ന് പറയുന്ന അദ്ദേഹം വെറുതെ പറഞ്ഞു പോകുന്ന ഒരാളല്ല. തോറ്റിട്ടും അവിടെ കഴിഞ്ഞ 5 വർഷവും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ്. അവിടുത്തെ MP പോലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അധികാരം കൂടി അദ്ദേഹത്തിന് കിട്ടിയാൽ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനാൽ തന്നെ ബി.ജെ.പി വീണ്ടും ഇന്ത്യ ഭരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ഭാഗമാവാൻ കേരളത്തിൽ നിന്ന് ഒരു MP അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി കൂടെ ഉണ്ടാവണം. അതും പ്രിയപ്പെട്ട സുരേഷ് ഗോപിയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ സന്തോഷിപ്പിച്ചുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സുരേഷ് ഗോപി അവിടെ ജയിച്ചു കയറിയിരിക്കുന്നത്. അതിനാൽ തന്നെ വ്യക്തിപരമായും എനിക്കും അങ്ങേയറ്റം സന്തോഷമുള്ളൊരു നിമിഷം തന്നെയാണ്. നമുക്കറിയാം വീണ്ടും നരേന്ദ്രമോദി തന്നെ ഭരിക്കുന്നു. പക്ഷേ അതിൻ്റെ ആ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഇവിടുന്ന് സുരേഷ് ഗോപി കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് എത്രയോ തവണ ആഗ്രഹിച്ചിട്ടുണ്ട്. ആഗ്രഹമാണ് എന്നോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ഇത് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതാണിപ്പോൾ സഫലമായിരിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപി ജയിച്ചു, ചരിത്രം എഴുതപ്പെട്ടിരിക്കുന്നു.